നമുക്കൊന്ന് തൃശ്ശൂരിലേക്ക് പോകാം. ഓണാഘോഷത്തിന് സമാപനം കുറിച്ച് തൃശ്ശൂർ നഗരത്തിൽ ബുധനാഴ്ചയാണ് പുലികൾ ഇറങ്ങുന്നത്. മറ്റന്നാൾ ദേശങ്ങൾ ഇത്തവണ പുലികളിയിൽ പങ്കെടുക്കാൻ തയ്യാറായി കഴിഞ്ഞോ? 2:30 വിവിധ ദേശങ്ങളിൽ നിന്നും പുറപ്പെടുന്ന പുലികളി 4 മണിയാകുമ്പോഴേക്കും സ്വരാജ് റൗണ്ടിലെത്തും. പുലികളിക്ക് മുന്നോടിയായുള്ള ചമയ പ്രദർശനം ഇന്നും നാളെയുമായി നടക്കും. ജെയ്സൺ ചാവുളപ്പിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പുലികൾക്കിടയിൽ നിന്ന് ജെയ്സൺ. തൃശ്ശൂരിൽ പുലികളിയുടെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നു. എല്ലാ ദേശക്കാരും വളരെ സജീവമായി രംഗത്തുണ്ട്. 7 ദേശങ്ങളാണ് ഇത്തവണ പുലികളിക്ക് ഒരുങ്ങുന്നത്. ആ ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ചോദിക്കാം. ഇത്തവണത്തെ പ്രത്യേകത എന്താ? ഇത്തവണ നമ്മൾ പുലികൾക്ക് പരമാവധി ഒറിജിനാലിറ്റി കൊടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു വർക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പുലികളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 51 പുലികൾക്കും പുലികളുടെ പാദത്തിനോട് സാമ്യമുള്ള പാദവും 51 പുലികൾക്കും പുലികളുടെ കൈകളോട് സാമ്യമുള്ള പുലിക്കൈയുമായിട്ടാണ് ഇറങ്ങുന്നത്. ഏകദേശം ഒരു 3 മാസക്കാലം സമയം എടുത്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആരാണോ പുലിവേഷറിനെ അവരോരോ അളവിലാണ് ഓരോന്നും സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. ഒരു 5000 രൂപയോളം നമുക്ക് അഡീഷണൽ ചിലവാണ് ചെയ്തതിൻ്റെ ഭാഗം. അതൊരു പുതുമ കൊണ്ടുവരണം. എല്ലാ പ്രാവശ്യം നമ്മളോടൊന്ന് വരുമ്പോൾ പുതുമ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ പുതിയൊരു പുതുമ കൊണ്ടുവരണം എന്നുള്ളതുകൊണ്ടാണ് ആ രീതിയിൽ നമ്മൾ വർക്ക് ചെയ്തത്. നിശ്ചല ദൃശ്യങ്ങളൊക്കെ എങ്ങനെയാണ്? നിശ്ചലദൃശ്യത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. 2 ഉള്ളത്. ഒരെണ്ണം ടാബ്ലോ ആയിട്ടും ഒരെണ്ണം പുലിവണ്ടിയായിട്ടാണ്. അതിൻ്റെ വർക്ക് അവസാന ഘട്ടത്തിൽ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരുക്കുമ്പോൾ എത്രമാത്രം ഇത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു? കാരണം ഇപ്പോൾ പുതിയ മോഡലുകളൊക്കെ ഇറക്കിയിട്ടുണ്ട് ഇത്തവണ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന്. എന്തായാലും അതിൻ്റെ കാര്യം? ഇത് കഴിഞ്ഞ കൊല്ലം പുലിക്കളി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു, ഈ വട്ടം നമ്മൾ വിയ്യൂരിന്ന് പുലിക്കളി ഇറക്കുന്നുണ്ടെങ്കിൽ അതൊരു പൂർണ്ണമായും ഇതുവരെ നമ്മുടെ തൃശ്ശൂർ നടക്കാത്ത രീതിയിൽ യുവജന സംഘം വിയ്യൂർ വരണമെന്ന് നമ്മൾ കഴിഞ്ഞ കൊല്ലം തന്നെ വിചാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് ഞങ്ങൾ മുമ്പേ നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് ഇത് നമ്മൾ അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. ഏകദേശം ഒരു 3 മാസത്തോളം നമ്മളിതിൻ്റെ വർക്ക് തന്നെ ആയിട്ട് പോയിട്ട്, പക്ഷേ നമ്മുടെ ഇതിൻ്റെ ചിലവ് കൂടുതലും വരുമാനം വളരെ കുറവാണ്. ഈ മണ്ണിടിച്ചിലും വയനാട് ദുരന്തവും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വളരെയധികം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. എന്നാലും നമ്മൾ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് നമ്മളിത് വളരെയധികം ഭംഗിയാക്കാൻ വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം എത്ര രൂപ ചിലവ് വരുന്നുണ്ട് ഒരു സംഘം ഇറങ്ങുമ്പോൾ? സംഘം ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു 15-16 ലക്ഷത്തോളം രൂപ ചിലവ് വരുന്നുണ്ട്. ഈ മുഖം ഇത് മാത്രമായിട്ട് തന്നെ ഇതിനിപ്പോൾ ഒരു പുലിക്കൊരു 20,000-ഓളം രൂപ മേലെയാണ് വരുന്നത്. നമ്മൾ കണക്ക് കൂട്ടിയപ്പോൾ കിട്ടുന്നത്, അതിൽ മേലെ വരുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിൽ ഇല്ല എന്ന് പറഞ്ഞു പുലിക്കളി. അപ്പോൾ കുറച്ച് ഒരു പിന്നിലേക്ക് പോയി. അപ്പോൾ അതാണ് ഞങ്ങളാകെ പ്രതിസന്ധിയിലേക്ക് പിരിവൊട്ടും കിട്ടാണ്ടായി. അപ്പോൾ വളരെയധികം സാമ്പത്തികം തന്നെയാണ് മെയിൻ പ്രശ്നം. അതാവും തോറും പരിപാടികൾ വളരെയധികം നന്നാക്കും. ഇതിപ്പോൾ എപ്പോഴാണ് അതിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങുന്നത്? നമ്മളിപ്പോൾ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് നമ്മുടെ ഇതിൻ്റെ പ്രദർശനം ആരംഭിക്കും. നാളെ രാവിലെ 8 മണി മുതലാണ് നമ്മുടെ ഈ പുലികളുടെ മേത്ത് എടുക്കുന്ന ചായം അരക്കിൽ. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അത് പുലിക്കളിക്ക് അന്ന് 18-ാം തീയതി കാലത്ത് 6 മണി തൊട്ട് നമ്മുടെ വര ആരംഭിക്കുകയാണ്. പരമാവധി ഡീറ്റെയിലിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് വര നമ്മൾ ഈ പ്രാവശ്യം ചെയ്യുന്നത്. വലിയ രീതിയിലുള്ള ആർഭാടങ്ങളില്ല എന്ന് പറയുമ്പോഴും ഏറ്റവും ഗംഭീരമായി ഓണാഘോഷം നടത്താൻ തന്നെയാണ് ഈ ദേശക്കാരുടെ തീരുമാനം. 7 ദേശക്കാരും വളരെ സജീവമായി തന്നെ രംഗത്തുണ്ട്. റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ തൃശ്ശൂർ. നമ്മുടെ ജെയ്സൺ വരെ പുലിയാവാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ പുലികളി നമുക്ക് കലക്കണം പ്രേക്ഷകർ. അപ്പോൾ നമുക്ക് ഒപ്പം തന്നെ കാണണം. നമ്മൾ ഈ വൈകുന്നേരം ആകുമ്പോഴേക്ക് ആ പുലികളി കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് നാളെ ഒറ്റ ദിവസം കൂടി കാത്തിരുന്നാൽ മതി.